ബിഗ് ബോസ്, താങ്കൾ പറയൂ ബിഗ് ബോസ്, എന്താണ് ഞാൻ ഈ ആഴ്ചയും ജയിലിൽ കിടക്കാനായിട്ട് മാത്രം ഇവിടെ ചെയ്ത ഏറ്റവും വലിയ കുറ്റം? ഒന്ന് പറഞ്ഞു തരൂ ബിഗ് ബോസ്. എന്ത് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വീണ്ടും ഈ തടവറയ്ക്കുള്ളിൽ എത്തിയിരിക്കുന്നത് ബിഗ് ബോസ്? താങ്കൾ പറയൂ ബിഗ് ബോസ്. അനീഷേട്ടൻ കിട്ടിയ ചാൻസ് നല്ല കനത്തില് അങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ജയിലിൽ കിടന്നുകൊണ്ട്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. നമ്മുടെ ക്യാപ്റ്റൻസിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെവിൻ, ആര്യൻ, അക്ബർ ഇവർ 3 പേരുമാണ് അടുത്ത ക്യാപ്റ്റൻസിക്കായി മത്സരിക്കാൻ പോകുന്നത്. ആ ഗ്രൂപ്പ് അതേപോലെ എത്തിയിട്ടുണ്ട്. മണ്ടന്മാരായിട്ടുള്ള എല്ലാ കുട്ടന്മാരും നല്ല കനത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ഈ 3 ചേട്ടന്മാർക്കും വേണ്ടി. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ അനീഷേട്ടൻ എത്തി. നെവിനെയും ഷാനവാസിനെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നെവിൻ വരുന്നു, അക്ബറിനെയും ആര്യനെയും. നെവിൻ, ആര്യൻ, അക്ബർ ഇവർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ഗംഭീരം. അതായത് നെവിൻ വന്നിട്ട് അക്ബറിനെ ആര്യനെയും പറയുന്നു. അത് കഴിഞ്ഞിട്ട് അക്ബർ ആര്യനെയും നെവിനെയും പറയുന്നു. നമ്മുടെ ആര്യൻ വന്നിട്ട് നെവിനെയും അക്ബറിനെയും പറയുന്നു. ഇങ്ങനെ ഒരു പരിപാടിയാണ് ഇവരുടെ 3 പേരുടെ ഇടയ്ക്ക് നടന്നിരിക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്തു. ലക്ഷ്മി വന്നിട്ട് ആദ്യമേ തന്നെ അനീഷേട്ടന്റെ പേര് പറയുന്നുണ്ട്. അനീഷേട്ടന്റെ പേര് പറഞ്ഞ ഉടനെ ബിഗ് ബോസ് പറയുന്നുണ്ട്, ലക്ഷ്മി പറ്റില്ല, ജയിലിൽ പോകാൻ നിൽക്കുന്ന ആളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി പിന്നെ അടുത്ത പേര് പറയുന്നത് നെവിൻ്റെ ആണ്. പിന്നെ ആര്യന്റെ പേര് പറയുന്നുണ്ട്. ആര്യൻ നെവിൻ്റെ അക്ബറിന്റെ പേര് പറയുന്നു. നമ്മുടെ ആര്യൻ വന്നിട്ട് നെവിൻ്റെ പേര് പറയുന്നതിനെക്കാട്ടിലും മുമ്പ് പറഞ്ഞു തുടങ്ങുന്നത്, ഞാൻ ഇവിടെ അനീഷേട്ടന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻസിയിലേക്ക്, പക്ഷേ അനീഷേട്ടന്റെ പേര് പറയാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ടാസ്കുകളിൽ എന്നോടൊപ്പം നല്ല രീതിയിൽ മുട്ടി നിന്നൊരാളാണ് അനീഷേട്ടൻ. നല്ല രീതിയിൽ പോയിന്റ്സ് ഒക്കെ എടുത്തു. അനുമോളും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അനീഷേട്ടന്റെ പേര് പറയണമെന്നുണ്ട്, പക്ഷെ പറ്റില്ലല്ലോ എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്. അല്ല, അപ്പൊ ഞാൻ ആലോചിച്ചു, അങ്ങനെ വലിയ കളിയൊക്കെ അനീഷേട്ടൻ കളിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ആര്യൻ മോന് തോന്നുകയാണെങ്കിൽ ആര്യനും നോമിനേറ്റ് ചെയ്യണ്ടായിരുന്നല്ലോ ജയിലിലേക്ക് അനീഷേട്ടനെ. എന്തിനാ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് കടിച്ചെന്നും പറഞ്ഞുകൊണ്ട്? എന്തിനാ നോമിനേറ്റ് ചെയ്ത്? വേണ്ടായിരുന്നല്ലോ. അപ്പം മനസ്സിൽ അനീഷേട്ടന്റെ പേര് പറയണമെന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ കിട്ടിയ ഒരു സാഹചര്യം, അതവൻ നല്ല രീതിയിലൊന്ന് ഗെയിം കളിച്ചു, മുതലെടുത്തു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അനീഷേട്ടന്റെ പേര് പറയണമെന്ന് എനിക്ക് തോന്നി, പക്ഷെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ വെറുതെ പുള്ളി പറയത്തൊന്നും ഇല്ലായിരുന്നു അനീഷേട്ടന്റെ പേര് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്തായാലും ഷാനവാസ് വരുന്നുണ്ട്. നെവിന്റെയും നൂറയുടെയും പേരാണ് കേട്ടോ പറയുന്നത്. നൂറയുടെ പേരൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് അതിശയിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നൂറയോട് പ്രത്യേകിച്ച് നമ്മുടെ ഷാനവാസിക്ക് ഇങ്ങനെ ദേഷ്യമൊന്നുമില്ല. ആദിലയോടുള്ള ഒരു നീരസം മാത്രമേ ഉള്ളൂ. അത് ഇന്നലെ അനുമോളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഷാനവാസിക്ക് വന്നിട്ട് നൂറയുടെ പേര് പറയുന്നുണ്ട്. പിന്നെ സാബുമാൻ വന്നിട്ട് ആര്യന്റെയും അക്ബറിന്റെയും പേരാണ് പറയുന്നത്. നെവിൻ വന്നിട്ട് നമ്മുടെ നൂറ വന്നിട്ട് ആര്യന്റെയും നെവിന്റെയും പേര് പറയുന്നുണ്ട്. അനുമോള് നൂറയും ആദിലയാണ് കേട്ടോ പറഞ്ഞത്. ഇതിൽ നിന്നൊക്കെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുമോക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല ആദിലയോടും നൂറയോടും. പിടികിട്ടിയില്ല, ഇവരോട് സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. നല്ല കാര്യം സംസാരിക്കാത്തത്. കാരണം അനുമോക്ക് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ഗെയിം കളിക്കാൻ പറ്റും. അതിപ്പം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കുക എന്ന് മറ്റുള്ളവർ പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല. ആ ഒറ്റപ്പെടലിൽ ഇരുന്നോട്ടെ, അനുമോക്ക് വോട്ട് കിട്ടിയാൽ പോരെ, അത് കിട്ടിക്കോളും നല്ല കനത്തിൽ തന്നെ. പിന്നെ ഒറ്റയ്ക്ക് നിന്ന് ടാസ്കുകൾ നല്ല ഗംഭീരമായിട്ട് കളിക്കാൻ അനുമോക്ക് പറ്റുന്നുണ്ട്. അതൊക്കെ തന്നെ മതിയല്ലോ. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് 3 പേരുമായിട്ട് ഒന്നിച്ചിരുന്ന് തന്നെ ബിഗ് ബോസിന്റെ അവസാനം വരെ നിൽക്കണമെന്നൊന്നും ഒരാവശ്യവും ഇല്ല. പിടികിട്ടിയില്ലേ? പിന്നെ ആദില എന്തായാലും വരുന്നുണ്ട്. നെവിന്റെയും ആര്യന്റെയും പേരൊക്കെയാണ് ആദില പറയുന്നത്. അപ്പൊ എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ നെവിനാണ്, പിന്നെ ആര്യൻ, പിന്നെ അക്ബർ. അപ്പൊ എന്തായാലും ഇവർ 3 പേരുമാണ് മത്സരിക്കാൻ പോകുന്നത്. ഇവരിൽ ആര് വന്നാലും കുഴപ്പമൊന്നുമില്ല, വരട്ടെ. എന്താണെങ്കിലും ഒരു ഗ്രൂപ്പിസം കളി അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇപ്പൊ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട്, ഈ ക്യാപ്റ്റൻസി സെലക്ഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോഴും നമ്മുടെ ആര്യൻ, അക്ബർ, നൂറ, ആദില ഇവരിപ്പോ ഒരു ഗ്രൂപ്പായിട്ടിരുന്നിട്ടാണ് ബാക്കിയുള്ളവരെ താങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനീഷേട്ടനിട്ട് നല്ല ചൊറിച്ചിലൊക്കെ കൊടുക്കുന്നുണ്ട് അനീഷേട്ടൻ നമ്മുടെ ജയിലിലോട്ട് പോകുന്ന സമയത്ത്. അതിനു മുമ്പ് നമ്മുടെ അനീഷേട്ടനും ഷാനവാസും ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട് കേട്ടോ. വളരെ രസകരമായിട്ടുണ്ട്. ഇവരുടെ ഇടയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവരുടെ 2 പേരുടെ ഉള്ളിൽ എവിടെയോ ഒരു ഇച്ചിരി സ്നേഹമുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, സ്നേഹമുണ്ട് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അവർ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്. അവർക്ക് നല്ല ബോധമുള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ചൊറിയും, കത്തി വെക്കും, കത്തി കൊണ്ട് കുത്തുകയും ചെയ്യും വേണമെങ്കിൽ. പിടികിട്ടിയില്ലേ? പക്ഷേ ഉള്ളിനുള്ളിൽ എവിടെയോ ഒരു സ്നേഹമുണ്ട് 2 പേർക്കും. ഷാനവാസിനും അനീഷിനോടുണ്ടെന്ന് തോന്നുന്നു, അനീഷിനും എന്തായാലും ഉണ്ടെന്ന് കുറേ ദിവസങ്ങളായിട്ട് അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംശയവും എല്ലാം 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. കാരണം ഗെയിം കളിക്കാനാണ് 2 പേരും വന്നിരിക്കുന്നത്. 2 പേരും ഗെയിമേഴ്സാണ്, എങ്ങനെ വേണമെങ്കിലും കളിക്കും.
അത് ഷാനവാസിനെ പറ്റി അനീഷിനും അറിയാം, അനീഷിനെ പറ്റി ഷാനവാസിനും അറിയാം. പക്ഷെ ഒരു സ്നേഹം എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ കടിച്ചല്ലോ അക്ബറിനെ, അതിനെപ്പറ്റി ഇരുന്ന് സംസാരിച്ച് രണ്ടുപേരും ഒരുപാട് നേരം ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അനീഷിനെ നല്ല രീതിയിൽ ഷാനവാസ് കളിയാക്കുന്നുണ്ട്. ഒന്ന് പോയാൽ അവിടുന്ന്, നീ ഉമ്മ കടിച്ചു പിന്നെ വലിയ കഥയൊന്നും പറയണ്ട എന്നുള്ള സാധനത്തിലൊക്കെ നല്ല രസകരമായിട്ടുണ്ട്. കുറ്റം പറയുന്ന രീതിയിലാണെങ്കിൽ പോലും രസകരമായിട്ടാണ് അവരുടെ ഇടയ്ക്കത്തെ ആ കോൺവെർസേഷൻ നടക്കുന്നത്. ഇതിന് മുമ്പായിട്ടുണ്ടല്ലോ വേറൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. നമ്മുടെ അനുമോളും ഷാനവാസും കൂടെ കുറച്ച് കാര്യങ്ങൾ ഈ ജയിൽ നോമിനേഷന് ശേഷം നമ്മുടെ അനുമോളുടെ പെട്ടി കിടക്കുന്നു, ഷാനവാസ് അനീഷിന്റെ പെട്ടി വന്ന് കിടന്നിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം ആദിലയും നൂറേയും പറ്റിയിട്ടാണ് ആദ്യമേയൊക്കെ സംസാരിക്കുന്നത്. അതായത് ആദിലയും നൂറേയും അതോ അനീഷിന്റെ ജയിൽ നോമിനേഷനെ പറ്റിയിട്ടാണോ എന്താണെങ്കിലും ആദിലയും നൂറേയും പറ്റി സംസാരിക്കുന്നുണ്ട്. അതായത് ഇത്രയും ദിവസം അവര് നിന്റെ കൂടെ നിന്നു, എൻ്റെ കൂടെ നിന്നു, ഇപ്പം അവർക്ക് നമ്മളെ വേണ്ട. കാരണം ഇത്രയും ദിവസം അവർ നിന്നത് മൊത്തം നമ്മൾ വെച്ചുകൊണ്ട് മാത്രമാണെന്നുള്ള രീതി. അത് അവർ പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. അനുമോളുടെ കൂടെയും ഷാനവാസിന്റെ കൂടെയൊക്കെ നിന്ന് ഒരു ഗ്രൂപ്പിസം കളി നല്ല വൃത്തിക്ക് ആദിലയും നൂറേയും കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവർ ഒരുപാട് മുന്നോട്ട് നല്ല വൃത്തിക്ക് പോയി. അല്ലാതെ അവരുടെ കഴിവുകൊണ്ട് മാത്രമാണെന്ന് നൂറ വേണമെങ്കിൽ നൂറയുടെ കഴിവുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. ആദില പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാണെങ്കിലും നിന്നല്ലോ ഇത്രയും ദിവസം, അത് തന്നെ വലിയ കാര്യം. അപ്പൊ എന്താണെങ്കിലും അവർ ഇത്രയും അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മളെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. ഇത്രയും ദിവസം നിന്നു, ഇപ്പൊ അവർക്ക് നമ്മുടെ ആവശ്യമില്ല, ഇപ്പൊ ആവശ്യമില്ല. ഇനി ഇത്ര ദിവസം നിന്നല്ലോ, ഇനിയിപ്പോൾ പോയാലും അവർക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മളെ കരിവേപ്പില പോലെ എടുത്ത് കളഞ്ഞു എന്നൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കൂടാതെ അനീഷിന്റെ ജയിൽ നോമിനേഷനെ പറ്റി സംസാരിക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ടും നല്ല സ്പഷ്ടമായിട്ടുമാണ് രണ്ടുപേരും പറയുന്നത്. വേറൊന്നുമല്ല, അനീഷിന്റെ നോമിനേഷൻ ഓൾറെഡി അയാൾ ഇത്രയും പ്രാവശ്യം പോയി, എന്തിനാണ് വീണ്ടും വീണ്ടും ഇയാളെ തന്നെ അനീഷേട്ടനെ തന്നെ ജയിലിലേക്ക് തട്ടുന്നത്? പുള്ളി മാത്രമേ ഇവിടെ തെറ്റ് ചെയ്യുന്നുള്ളൂ, വേറെ ആരും ചെയ്യുന്നില്ലേ എന്നുള്ളൊരു കാര്യം ഇവരുടെ ഇടയ്ക്ക് ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട്. ഇതിൽ രണ്ട് പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് കാണാം. ഒന്ന്, ഇവർക്ക് രണ്ടുപേർക്കും ഒരു ബോധം കാണും. അനീഷിനെ വീണ്ടും വീണ്ടും ഇതിനകത്തോട്ട് തള്ളി വിട്ട് കഴിഞ്ഞാൽ പുള്ളി അവിടെ കിടന്ന് കണ്ടന്റ് ഉണ്ടാക്കും, പുള്ളിക്ക് നല്ല വോട്ടും കിട്ടും. ബാക്കിയുള്ള മണ്ടന്മാര് അങ്ങനെ ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ അത് ഇവരുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും ഇവർ രണ്ടുപേരും പറയുന്നത് എന്തിനാണ് എപ്പോഴും അനീഷിനെ തള്ളി വിടുന്നതെന്ന്. ഒന്നുകിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ശരിക്കും മാനുഷികപരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അനീഷിനെ മാത്രം എന്തിനാണ് എപ്പോഴും അങ്ങനെ തള്ളുന്നത്, വേറെ ആൾക്കാരും ഉണ്ടല്ലോ എന്നുള്ളത്. ചിലപ്പോൾ അത് നല്ല മനസ്സുകൊണ്ട് ചിന്തിച്ചതായിരിക്കാം. എങ്ങനെയാണെങ്കിലും ബാക്കിയുള്ളവർ അല്ലെങ്കിൽ എല്ലാം കാണിക്കുന്ന നല്ല ഒന്നാന്തരം മണ്ടത്തരമാണ് അനീഷിനെ പിടിച്ച് ജയിലിലോട്ട് തട്ടുന്നത്. അത് എന്തുകൊണ്ട് ഈ ആര്യൻ മോനും അക്ബറിനും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത്. ആദില നൂറ പിന്നെ വിടും, അവരതേ ചെയ്യുള്ളൂ. ഇപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പറയുകയാണ് മക്കളെ ചെയ്യരുത്, അനീഷിനെ നിങ്ങൾ ചെയ്യരുത്, അത് നിങ്ങൾക്ക് പണിയാവുമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യും. ആ ഒരു മൂടാ അവർ ചെയ്യട്ടെ. പക്ഷെ അക്ബറും ആര്യനും ഒക്കെ എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ആര്യനെന്ന് കാണിക്കുന്ന മൊത്തവും മണ്ടത്തരവാ. അനുമോളുടെയൊക്കെ പേര് ജയിൽ നോമിനേഷനിൽ പറഞ്ഞ സമയത്ത് അവൻ പറഞ്ഞ കാര്യങ്ങൾ, അനുവാണ് ഉണ്ടാക്കി കൊടുത്തത്, അത് മേടിച്ചാണ് തിന്നത്. അത് മിക്കവാറും ലാലേട്ടൻ മിക്കവാറും വീക്കെൻഡിൽ വരുമ്പോൾ ചോദിക്കും, മോനെ ഇച്ചിരി നാണം വേണ്ടേ എന്നൊക്കെ ഉറപ്പായിട്ടും ചോദിക്കും. കാരണം അവള് കുക്ക് ചെയ്ത് അവളുടെ നിന്ന് മേടിച്ച് കഴിച്ചിട്ട് എന്നിട്ട് അവക്കിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ആ പ്രശ്നം ഉണ്ടാക്കുമ്പോഴും അക്ബർ പിന്നെയും നെവിനെ പിടിച്ചു മാറ്റാൻ ഇടയ്ക്ക് വന്നു. മറ്റവൻ അനങ്ങിയത് പോലുമില്ല, ആ കട്ടിലെ തന്നെ കിടക്കുമായിരുന്നു. ഇത്ര ഉള്ളൂ ആര്യൻ. അതൊന്ന് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും കൊള്ളാം. അപ്പൊ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നല്ല വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കുറെ കാര്യങ്ങൾ നമ്മുടെ ആദിലയും നൂറയും ആര്യനും അക്ബറും കൂടെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് വേറൊരു സൈഡിൽ 4 പേരും പുതിയ ഗ്രൂപ്പാണല്ലോ ഇരുന്ന്. പക്ഷെ അക്ബറിനും ആര്യനും അറിയാം ഇവളുമാരെ ഒരു പരിധി കൂടുതലൊന്നും അടുപ്പിക്കരുത്, ഇവളുമാരെ അവിടെയും ചവിട്ടും ഇവിടെയും ചവിട്ടും, നാളെ വേണമെങ്കിൽ നമുക്കിട്ട് കുത്തുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒരു പോയിന്റിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇരുന്ന് ഈ അനീഷേട്ടൻ ജയിലിലോട്ട് പോകുമ്പോൾ അനീഷേട്ടനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. ഈ ആദിലയും നൂറയും അക്ബറും ആര്യനും കൂടെ ഇരുന്ന് നല്ല വൃത്തിക്ക് കളിയാക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ജയിലിലോട്ട് കയറുന്ന സമയത്ത് നമ്മുടെ അനുമോളുടെ മറ്റേ ബോട്ടിലുണ്ടല്ലോ, വെള്ളം നിറച്ച ബോട്ടിൽ, അതുകൊണ്ട് കയറാൻ പോകുമ്പോഴത്തേക്ക് സാബുമാൻ പറയും ഇത് പറ്റത്തില്ല, എനിക്ക് സംശയമുണ്ട്, നടക്കത്തില്ല എന്നുള്ള പറഞ്ഞിട്ട്. അപ്പം അനുമോൾ പറയുന്നുണ്ട് ഇതിന് മുമ്പും ആൾക്കാർ അതിനകത്തൊക്കെ കയറ്റിയിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം? അല്ലല്ല എനിക്കത് ഉറപ്പില്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ എല്ലാവരോടും കൂടെ ഒന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറയുന്നു. ഉടനെ അനുമോൾ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ഉള്ളതല്ലേ, നിനക്കൊരു മാങ്ങ അറിയത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അനുമോൾ വളരെ വ്യക്തമായിട്ട്. ഞാനും ആ നിമിഷം ആലോചിച്ചതാ, ഇവനെന്തിനാ മറ്റുള്ളവരോട് പോയി ചോദിക്കുന്നതെല്ലാം? അവൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബിഗ് ബോസിനോട് ചോദിക്കാം, ഇത് ഞാൻ മറ്റുള്ളവരോട് എല്ലാം ഒന്ന് പോയി ചോദിക്കട്ടെ, ഞാൻ പുതിയതാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് മറ്റേ ആര്യനും ഒക്കെ പുറത്താ ഇതിന് മുമ്പ് ജയിലിലോട്ട് കയറുന്നതിന്റെ തൊട്ട് മുമ്പും ആര്യനുമായിട്ട് ഈ ഒരു കോൺവെർസേഷൻ നടത്തുന്നുണ്ട് നമ്മുടെ സാബുമാൻ. എനിക്ക് അറിയത്തില്ല, ഞാനിവിടെ പുതിയതല്ലേ എന്നുള്ള രീതിയിലൊക്കെ. ഇത്രയും ദിവസമായില്ലേ ജയിലിൽ എന്തൊക്കെയാ കൊണ്ടുപോകണ്ടേ, ജയിലിൽ അവിടുത്തെ പ്രൊസീജിയേഴ്സ് പോലും പ്രോപ്പറായിട്ട് അറിയാത്ത ഒരാളാണ് സത്യം പറഞ്ഞ സാബുമാൻ. പിന്നെ അവന്റെ ആ ഒരു നിഷ്കളങ്കത കാരണം നിന്നു പോകുന്നതുമാണ് ജനങ്ങൾ വോട്ടും കുത്തുന്നതാണ്. സത്യം പറഞ്ഞാൽ അവിടെ എന്താണ് പരിപാടി നടക്കുന്നതെന്ന് ഒരു പരിധി കൂടുതലൊന്നും സാബുമാൻ ഇപ്പോഴും വലിയ ഐഡിയ ഒന്നുമില്ല. ചിലപ്പോൾ ലാലേട്ടൻ ഇതും ചോദിക്കുമായിരിക്കും, കാരണം എല്ലാവരോടും പോയി ചോദിക്കാൻ പോവുക, ഇവിടെ വെള്ളക്കുപ്പിയകത്ത് കയറ്റാൻ പറ്റുമോ എന്നിട്ട് പോയി ചോദിക്കുന്നുണ്ട്. അപ്പൊ നൂറയൊക്കെ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച ആൾക്കാർ കയറ്റിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. ഉടനെ ആരും പറയുന്നു, ആര്യനൊക്കെ പറയുന്നില്ല അങ്ങനെ പറ്റത്തൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തായാലും
അനുമോള് അതുകൊണ്ട് അകത്ത് കയറുന്നുണ്ട്. അപ്പം എനിക്ക് ഒരു മണ്ടനാണോ സാബുമാൻ? അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും തീരെ ഒരു ശ്രദ്ധയും കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അത്യാവശ്യം കാര്യങ്ങൾ, ഗെയിമൊന്നും വേണ്ട, വഴക്കുണ്ടാക്കാനോ ഒന്നിനും പോകണ്ട, പക്ഷെ അകത്തെ നിയമങ്ങൾ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണ്ടേ? ഇത് അതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയില്ലാതെയാണ് ചില സമയത്ത് സാബുമാന്റെ പ്രവർത്തികൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക കേട്ടോ. സാബുമാനെ ഇഷ്ടമാണ് നമുക്കെല്ലാം, കാരണം ബാക്കിയുള്ളവരെ പോലല്ല, അടിയില്ല, വഴക്കില്ല, ആർക്കും ഒരു ഉപകാരവും ഇല്ല, ആർക്കും ഒരു ദ്രോഹവും ഇല്ല. അങ്ങനെയാണ് ആ പുള്ളി അതിനകത്ത് നടന്നു പോകുന്നത്. അത് നടന്നു പൊക്കോട്ടെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. പക്ഷെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതൊക്കെ അതിനകത്ത് നിൽക്കുന്നതിനോടൊന്നും എനിക്ക് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ അനുമോളുടെ കേസിൽ അനുമോള് നിൽക്കും, അനുമോൾ ഇനിയും നിൽക്കും ബിഗ് ബോസിനകത്ത്, അത് ഏകദേശം ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ നൂറ, പ്രത്യേകിച്ച് നൂറ ഈ ആഴ്ച എവിക്ഷനിൽ വന്നിരിക്കുന്ന അവസ്ഥയിലാണ്. എന്തായിരിക്കും, പ്രത്യേകിച്ച് അവിടെ ഇവിടെയും ചവിട്ടി മാറി നിൽക്കുന്ന ഈ ഒരു എന്തിനിപ്പം അങ്ങനെ ചെയ്തു, പിന്നെ വേണമെങ്കിൽ ചെയ്തോട്ടെ. പക്ഷെ ഇപ്പോൾ ഈ നോമിനേഷനിൽ വന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത്, അതും ലാസ്റ്റ് 10 പേരൊക്കെ നിൽക്കുന്ന സമയത്ത് അനുമോളുടെ കൂടെ നിന്നിട്ട് രാവിലെ ഓക്കെ, പിന്നെ പുറകിൽ നിന്ന് കുത്തും, എന്നിട്ട് പിന്നെ അനുമോൾ അടുപ്പിക്കുന്നില്ല. ഇന്നലെയൊക്കെ കണ്ടില്ലേ, അനുമോളുടെ അടുക്കലോട്ട് ചെന്നു, പക്ഷെ അനുമോൾ അടുപ്പിക്കുന്നില്ല. അനുമോൾ അതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം എങ്ങനെ ഇവളുമാരെ വിശ്വസിക്കും എന്നൊരു നിമിഷം ചിന്തിച്ച് കാണും. രാത്രി എന്നിട്ട് അനുമോൾ പോകുന്നുണ്ട്, അനുമോൾ പറയുന്നുണ്ട്, അനുമോളുടെ സ്ഥാനത്ത് ഇപ്പം നമ്മളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കൂടെ നിൽക്കുന്ന അത്രയ്ക്കും നല്ല കൂട്ടുകാർ, അവർക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരിക, അവർ തന്നെ നമ്മളെ കുത്തി പറയുക, എത്രയൊക്കെ ആണെങ്കിലും അവരും പറയുന്നതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കാര്യമുണ്ടെന്ന് തന്നെ വെച്ചോ. പക്ഷെ നമുക്ക് മനസ്സിലൊരു സങ്കടം വരത്തില്ലേ? നമ്മൾ വലിയ കാര്യത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് പോവുക അവർക്കും വേണ്ടിയിട്ട്, എന്നിട്ട് അവരുടെ വായിൽ നിന്ന് തന്നെ വലിയ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും അടുത്ത ദിവസം നമുക്ക് വലുതായിട്ടൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പോയി അവരിങ്ങോട്ട് വന്ന ഉടനെ കയറി പിടിച്ച് നോക്കാനും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഒരു അകൽച്ച നമ്മൾ കാണിക്കും. അതേ അനുമോള് കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരിക്കലും അതിലെ നൂറേം ചെയ്യുന്ന കണക്ക് അവിടെ ഇരുന്നോണ്ട് അപ്പുറം ഇരിക്കുന്ന അക്ബറിനോടും ആര്യനോടും നെവിനോടും ഒക്കെ ഇങ്ങനെ കുറ്റം പറയത്തില്ല. ഇതുവരെയായിട്ടും ഇത്രയും നേരമായിട്ട് അനുമോള് അതിലെ നൂറേം പറ്റി ഒരാളോടും, ഷാനവാസിനോട് പോലും കുറ്റം പറയുന്നില്ല, സപ്പോർട്ട് ചെയ്യുക കാണുന്നത്. പിടികിട്ടിയില്ലേ? ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുമോള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ അനുമോള് കാണിക്കുന്ന അനുമോളുടെ ഗെയിം ആണെങ്കിൽ പോലും വൃത്തിക്ക് അനുമോൾ ആ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ ഗെയിം ഒന്നും മനസ്സിലാവാതെ എന്തൊക്കെയോ വായി വരുന്ന അതേപോലെ അങ്ങ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ. ചിലപ്പോൾ കുറേ ആളുകൾ പറയുമായിരിക്കും അവരായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അവരായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ബിഗ് ബോസ് ഹൗസാണ്. ചില കാര്യത്തിലൊക്കെ ഇത്തിരി കണ്ണടച്ച് നിന്നില്ലെങ്കിൽ അവരായിട്ട് തന്നെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പുറത്ത് വരാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ, വേറെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പം ഞാൻ ബാക്കി ഇപ്പം നമ്മുടെ അനീഷേട്ടനും അനുമോളും ജയിലിൽ കിടന്ന് കോൺവെർസേഷനാണ്, പോയി നോക്കട്ടെ ഇനി എന്താണ് അവരുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നതെന്ന് പോയി നോക്കട്ടെ. ഇതിൻ്റെ ബാക്കിയുള്ള ലൈവിൽ നടക്കുന്ന അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ ഇല്ലേ, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക.